Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ. സോ ലെറ്റ് സി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം. അത് ഈ സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കേൾക്കേണ്ടത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. Hey, group number 1. എന്താണ് നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം? അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ് അല്ലെങ്കിൽ ലൈഫിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബർത്ത് ഇന്റൻഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വഴി അത് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ചില കർമാസ് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷനെ അതായിരിക്കാം നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിനോ സാധിക്കാത്ത ചില കാര്യങ്ങള് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കാം, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആയിരിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കർമ്മ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ജോബ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പല കാര്യത്തിലും ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. മെയിൻലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാരന്റ്സിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ചില കർമാസ് നിങ്ങളിലൂടെ അത് എൻഡ് ആവുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് മാറി 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 കൊടുത്തിട്ടുള്ള ചില കർമാസ് നിങ്ങൾക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ പുതിയൊരു ജനറേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്കത് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ജനറേഷന് പുതിയ ഇൻസൈറ്റ് കൊടുക്കാനും പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാനും നിങ്ങളുടെ ലൈഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിട്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് നോക്കാം. ദ നീഡ് ടു മൂവ് ഓൺ, സീക്കിംഗ് മോർ ഫ്രം ലൈഫ് ദാൻ വാട്ട് യു ആർ എക്സ്പീരിയൻസിങ്, സ്പിരിച്വൽ ക്വസ്റ്റ്, a change in priorities, living home. Exactly, നിങ്ങൾ വീട് വിട്ട് മാറി നിൽക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടായിട്ട് മാറി നിൽക്കേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതാണ്. ഓക്കെ, സോ പല ആളുകളും നിങ്ങൾക്ക് അറിയാം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷനും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വീട് വിട്ട് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ ഡിഫറെന്റ് കൾച്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കാം, അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്നതായിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട് അങ്ങനത്തെ ഒരു ക്ലാഷസ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ചില ക്ലാഷസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം അവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. യാത്ര നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ഭാഗമായിരിക്കാം, ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സൊസൈറ്റി ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ അതിന് പുറമേ നിന്നായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയായിരിക്കാം ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, യാത്ര നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ പൊതുവേ നിങ്ങൾ വീടൊക്കെ വിട്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ അധികം സെറ്റ് ആയിട്ട് നിൽക്കാത്ത, അത്ര ജെല്ലായിട്ട് നിൽക്കാത്ത ആളുകളായിരിക്കാം. ഓർ നിങ്ങളുടെ സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ മാറി നിൽക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആനിമൽസിലേക്കും കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആനിമൽസ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരിക്കാം, നിങ്ങളുടെ ജേർണിയുടെ ഒരു ഭാഗമായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആയിരിക്കാം ആനിമൽസ് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ആനിമൽസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, വെറ്റിനറി ഡോക്ടേഴ്സ് ആയിരിക്കാം,
ഓർ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പെറ്റ്സ് ആനിമൽസിനോടൊക്കെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു സ്പെഷ്യൽ ബോണ്ട് കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പൊതുവെ നിങ്ങൾ റിലീജിയസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഫോളോ ചെയ്യാത്ത ആളുകളായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ചൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ഹിഡൻ ഇന്റൻഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ പോകുന്നൊരു ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കോ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കാതെ പ്രോബബ്ലി നിങ്ങൾ ഒരു സക്സസിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ആ ഒരു പോയിന്റിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പോണോ വേണോ, അല്ലെങ്കിൽ മാറി നിൽക്കണോ വേണ്ടയോ, ചിലത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം, ആ ഒരു ക്രോസിംഗ് പോയിന്റിലായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ഫാമിലിയും നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവരുമായിട്ടൊരു രാവും പകലും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എഫിഷ്യൻസി നിങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നൈറ്റിലായിരിക്കാം നിങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മോർ നൈറ്റ് പേഴ്സൺ ആയിരിക്കാം, നൈറ്റിൽ പല കാര്യങ്ങളും ചെയ്യുക, നൈറ്റിൽ ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഇമാജിനേഷൻ ആയിരിക്കാം. നൈറ്റിന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും നൈറ്റിലായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ഇന്റൻഷനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ അതുവരെയുള്ള ഒരു ജനറേഷന്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആക്ഷനിലൂടെ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അതേ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല, ആ വ്യക്തി തീരുമാനിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഒരു തീരുമാനങ്ങൾ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫില് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലൈഫ് ഡിസൈൻ ചെയ്യാൻ, അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനും കഴിവുള്ള ആളുകളാണ്. ഓക്കെ, സോ ചില ആളുകൾ എങ്ങനെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരിക. കാരണം അതാണ് പ്രോബബ്ലി നിങ്ങൾ എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ വിച്ച് മീൻസ് ലൈക്ക് പല ആളുകൾക്കും എടുക്കാൻ സാധിക്കാത്ത പല ആക്ഷൻസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. വീട് വിട്ട് മാറി നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ നിൽക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൾച്ചറിൽ നിൽക്കില്ല, നിങ്ങൾ നിങ്ങളുടെ റിലീജിയസിൽ നിൽക്കില്ല. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ജോബ് ഉണ്ടായിരിക്കണം, അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഹാബിറ്റ്, റിലേഷൻഷിപ്പ് ഹാബിറ്റ്സ് ആയിരിക്കാം, അവരുടെ ഒരു കൾച്ചർ ഹാബിറ്റ്സ് ആയിരിക്കാം, ഫാമിലി ഹാബിറ്റ്സ് ആയിരിക്കാം. നിങ്ങളുടെ സാഹചര്യം കൊണ്ടോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ കംപ്ലീറ്റ്ലി അതൊന്നൊക്കെ പുറത്തായിട്ടുള്ള ആളുകളാണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ ലൈഫ് മിഷൻ ഉള്ള ആളുകളാണ്. സോ അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എന്തുകൊണ്ട് എന്റെ ലൈഫ് ഡിഫറെന്റ് ആവുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആൻഡ് സി ലൈക്ക് പല ആളുകൾക്കും പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, ഓക്കെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടാലന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിവുള്ള ആളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് തോന്നാണ് ഏതെങ്കിലും ഒരു പ്ലേസിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിയാലിറ്റി ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു പവർ ഉള്ള ആളുകളുമാണ്. നിങ്ങളുടെ ഒരു ഇന്റൻഷനും അതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ഒരു ടേബിൾ തിരിച്ചു വെക്കാനുള്ള, നിങ്ങൾക്ക് ആ ഒരു കോയിൻ തിരിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട്. സോ എവിടെയാണോ നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് അല്ല, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിച്ച പോലെ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഡെസ്റ്റിനിയാണ്, നിങ്ങളുടെ ഒരു വിധിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക്
പല ആളുകൾക്കും സാധിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒന്നും നിങ്ങൾക്ക് മിസ്സാവില്ല. നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ജോബ്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഒരു പാഷൻ, നിങ്ങളുടെ സർവീസ്, ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ കർമ്മ, അതവിടെ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ഇന്റൻഷൻ അവിടെ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ലൈഫിന്റെ ഇന്റൻഷൻ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇതിലൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യും. ആൻഡ് അഗെയിൻ പല റീസൺസ് കൊണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി വിട്ടുമാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കേണ്ടത് നിങ്ങളാണ്. അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഈവൻ നിങ്ങളുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും അവർ പഠിക്കാത്ത, അവർ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നിങ്ങളിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് അത്രൊരു സന്തോഷമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ ആളുകളുടെ ലൈഫ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി ആയിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവർക്ക് ചേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിയിലുണ്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തിലുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങളുടെ ലൈഫിൽ ആനിമൽ, നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ സോളിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു റോൾ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു ആനിമൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള. അവർ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആനിമൽ. നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫ് ജേർണിന്റെ ഭാഗമാവുന്നുണ്ട്, നിങ്ങളുടെ കർമ്മയുടെ ഭാഗമാകുന്നുണ്ട്, നിങ്ങളുടെ ജോബിന്റെ ഭാഗമാവുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാഗമാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്ന് പറയുന്നത് ചില ആളുകളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചില ആളുകളെ പരിപാലിക്കുക, നോക്കുക. അത് നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. അവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അവര് നോക്കി നടത്തുക എന്നുള്ളതും നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമല്ല. അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ സോളിന്റെ ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുക എന്നുള്ളത്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ആയിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ടീച്ചേഴ്സ് ഓർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് പിന്നീട് നിങ്ങളുടെ സർവീസ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ പാഷൻ ഓർ നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈഫും നിങ്ങൾക്ക് ഈവൻ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പോലും, അത് നിങ്ങൾ അക്കാഡമിക്കലി പഠിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ജോബാണോ, എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങൾ അവസാനം എത്തുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു സർവീസ് ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നതും അതാണ്. അത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെയാണ്. സോ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് ഓരോ എത്തുന്ന സമയത്ത് നിങ്ങൾ അത് കണക്ട് ചെയ്ത് വരും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തോ യു നീഡ് ടു റെക്കഗ്നൈസ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം, നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് കാണരുത്, നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് കാണരുത്. ഓക്കെ, നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുക, അതൊരു സർവീസ് ആയിട്ട് എടുക്കുക. ആൻഡ് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഫൈനാൻഷ്യലിയും ബാലൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ലൈഫിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹിഡൻ സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരേ സമയം നിങ്ങൾ പല കാര്യങ്ങളിൽ കൂടെ പോയിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനിച്ചത് ഒരു ഫാമിലി സിറ്റുവേഷനിലാണ്, പക്ഷെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. എന്റെ പാരന്റ്സ് ഇങ്ങനെയാണല്ലോ, എന്റെ ഫാമിലി സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ, എന്റെ പാർട്ട്ണർ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ്. നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഇന്റൻഷനെ അതായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഇല്ലാത്തത് അത് നിങ്ങൾക്ക് സോൾഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കും നിങ്ങൾ എത്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ
അത് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തും. ഓക്കെ, ആളുകളെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മാത്രമായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ ആളുകളെ, ഈവൻ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അതുപോലെ വളരാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് വഴികാട്ടി, നിങ്ങളാണ് ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്, നിങ്ങളാണ് അവർക്ക് ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നിങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടോ ജോബ് റിലേറ്റഡ് ആയിട്ടോ ഓർ നിങ്ങളുടെ ലൈഫിൽ എന്തോ തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളെ പ്രോബബ്ലി ലീഡ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും ചൂസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് പുതിയ ഇൻസൈറ്റ് തരാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 ഈ ഒരു സമയത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാനിൽ ആയിക്കൊള്ളണമെന്നില്ല പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കും ചില ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ ചില കാര്യങ്ങളിലൊക്കെ മാറി നിൽക്കുന്ന സമയത്ത്, വീട് വിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത്, ചില മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ പോയാലാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുക. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാവുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ എന്നുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങളുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്, ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ അത് പ്രോബബ്ലി നിങ്ങളുടെ ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ ആവുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രോബബ്ലി ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. പക്ഷെ ചിലത് നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷൻ ആണ്, ചിലതിലേക്ക് വരിക, ചിലത് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊന്ന് പഠിക്കുക എന്നുള്ളത്. പുതിയ പുതിയ ചില കാര്യങ്ങളിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, what major blessings are coming for you? സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വേറെ എന്തൊരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട് ഒക്കെ വിട്ട് മാറി നിൽക്കുന്നു, എങ്ങോട്ടെങ്കിലും പോകുന്നു, നിങ്ങളുടെ ജോബ് ചേഞ്ച് ആവുന്നു, ജോബിന്റെ പൊസിഷൻ, ജോബിന്റെ പ്ലേസ് നിങ്ങൾ ചേഞ്ച് ആവുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു പ്ലേസിലായിരിക്കാം, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നുണ്ടായിരിക്കണം. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, പക്ഷെ അതിനേക്കാളും വലിയൊരു ഇന്റൻഷൻ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഓർ ചില ആളുകൾക്ക് യാത്ര ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നിങ്ങൾ ആളുകൾ ചൂസ് ചെയ്യാത്ത എന്തൊക്കെയോ ഒരു യാത്രാ മോഡ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങോട്ട് യാത്ര ചെയ്യാണ്, രാത്രി യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ ആഗ്രഹിച്ചിട്ടല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിംഗ് ആണ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആണ്. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചേസ് ചെയ്യല്ല വേണ്ടത്, നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുകയല്ല വേണ്ടത്. പ്രോബബ്ലി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസും ആയിരിക്കാം റിലേഷൻഷിപ്പ്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വർക്ക് ആയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില യാത്രകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്തായിരിക്കാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കാം, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ സോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മാജിക് മൊമെന്റ്. ദിസ് ഇസ് വെരി അൺഎക്സ്പെക്ടഡ്. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഇതുപോലെ ചൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, പല ആളുകളും ചൂസ് ചെയ്യാൻ പേടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പല ആളുകൾക്കും അത് എങ്ങനെയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് നിങ്ങൾക്ക് തരുന്ന എക്സ്പീരിയൻസ് അതിലല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന ആളുകളല്ല, നിങ്ങൾ അത്
ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, ട്രാൻസ്ഫോം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പാനിയനെ ചൂസ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ നിങ്ങളുടെ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അവർ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി നിങ്ങൾക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്തോ ഒരു കാര്യം ചൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പ്രോബബ്ലി അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തോ ഒരു ബ്ലെസ്സിംഗ് കൂടെ നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നുണ്ട്. അത് ഈക്വലി നിങ്ങളുടെ കൂടെ ഒരു 2 കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 2 കാര്യം ഒരേ സമയത്ത് നിങ്ങളുടെ ഒരു ആക്ഷന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹേയ് ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം? അത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വെരി സൂൺ കൊണ്ടുവരുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 വളരെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൽ ഞാൻ കളക്ട് ചെയ്യുന്ന മെസ്സേജ് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ അമ്മേനെ ആയിട്ടാണ് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ്, എന്റെ അമ്മേനെ പോലത്തെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ലേഡി, ഒരു ഫെമിനിൻ, അല്ലെങ്കിൽ ഒരു മാസ്കുലൻ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അതിന് അത്ര ഒരു ഹാർഡ് വർക്ക് കൊടുക്കാനും അത് കംപ്ലീറ്റ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ, സകല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം എന്നില്ല, കാരണം നിങ്ങൾ എല്ലാം ശ്രമിച്ചു നോക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ താല്പര്യം തോന്നിയാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളാണ്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം പ്രോബബ്ലി കുറവായിരിക്കാം, കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ എന്തൊക്കെയോ ലൈഫ് സിറ്റുവേഷൻ കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പില്ലർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ആൻഡ് അവരുടെയൊക്കെ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങളെന്ന് പറയുന്നത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ ഒരു സർവീസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ ചെയ്യുന്ന ജോബ്, ഇതൊക്കെയാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നതും ഇതൊക്കെയാണ് നിങ്ങളെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വേണ്ട കൺസിഡറേഷൻ നിങ്ങളും കൊടുക്കുക. ഓക്കെ, ആൻഡ് മെയിൻലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്, പൊതുവെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോരോ ടൈമിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഹോസ്പിറ്റാലിറ്റി, ഓക്കെ, നിങ്ങളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സർവീസ്, അതൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ചില ആളുകളുടെ ലൈഫിന്റെ ഒരു സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ പില്ലർ നിങ്ങളാണ്. ഓക്കെ, നിങ്ങളിലൂടെ ആയിരിക്കാം ചില ആളുകൾ ലൈഫിൽ സക്സസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി തന്നെ ഉള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടാവും. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത്, അവരുടെ ലൈഫിൽ അവരുടെ ഇന്റൻഷൻ അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ റോൾ ചില സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ചില ആളുകൾ അവരുടെ ലൈഫിൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർവീസ് അവരെ എടുക്കുന്നതായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങളെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ പലപ്പോഴും നിങ്ങളെ മറന്നിട്ടായിരിക്കാം പല കാര്യത്തിലും നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതും ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു സ്ട്രഗിളിംഗ് പോയിന്റിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു, നിങ്ങൾക്ക് അവരെ ഏതൊക്കെയോ രീതിയിൽ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഇന്റൻഷനും അതാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് തീർക്കുക എന്നുള്ളത്, ചില ആളുകളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഒരു 80%, നിങ്ങളുടെ ലൈഫിന്റെ ഒരു 80% കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ
ഒരു 20% ആയിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു സർവീസ് ആയിരിക്കാം. അത് ഈവൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു, നിങ്ങൾ അത്ര ആഗ്രഹിച്ച് ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, നേഴ്സ്, ഡോക്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ സർവീസ്, വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാഹനം റിലേറ്റഡ് ഒക്കെ ആയിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് ഒരു സർവീസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ഡ്രൈവിംഗിലൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു റോൾ എന്ന് പറയുന്നത് പല ആളുകളുടെ ലൈഫിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷനിലും നിങ്ങളുടെ ഒരു റോൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു ബസ്സിന്റെ ഒരു ഡ്രൈവറാണ്. സോ നിങ്ങളുടെ ബസ്സിൽ ഒരുപാട് ആളുകൾ ഇരിക്കും അല്ലെ, പക്ഷെ നിങ്ങളാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളാണ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, നിങ്ങളാണ് ഒരു സാരഥി എന്ന് പറയുന്നത് അല്ലെ. സോ നിങ്ങളുടെ റോള് പലപ്പോഴും അതാണ്. ചില ആളുകൾക്ക് ചില ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കണം, പക്ഷെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അത് വളരെ റെയർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ അത്ര കാര്യമായിട്ട് നിന്നിട്ടുള്ള ആളുകൾ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് പിന്നെ നിങ്ങളെ ഓർക്കാനുള്ള ഒരു സാധ്യത കുറവായിരിക്കാം. ഓക്കെ, സോ ചിലത് നിങ്ങൾ അങ്ങനെയും അനുഭവിച്ച് തീർക്കേണ്ട ഒരു കാര്യങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, മേ ബി അവിടെ നിന്ന് ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് വേണ്ട ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വേണോ, നിങ്ങൾക്ക് എപ്പോഴൊക്കെ സപ്പോർട്ട് വേണോ, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളായിരിക്കും നിങ്ങളെ വന്ന് സഹായിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആളുകൾ കൊണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഒരു ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കി വരിക എന്നുള്ളതാണ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യത്തിനൊക്കെ ഇത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ലൈഫ് ഒരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ടൈം എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കുറെ കാലമായിട്ട് ഓടി 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 പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ നിർത്താൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. നിങ്ങൾ ആ ഒരു ശീലത്തിൽ നിങ്ങൾ അങ്ങനെ പോകുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് മുന്നോട്ട് വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നിങ്ങളുടെ ലൈഫ് ഇന്റൻഷൻ, ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങളത് വളരെ ബ്ലെസ്സിങ് ആയിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒരാളെ സഹായിക്കുക, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുക, അല്ലെങ്കിൽ ചില ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ഹെൽപ്പ് ഏതൊക്കെയോ രീതിയിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു ഹെൽപ്പ് ഏതൊക്കെയോ രീതിയിൽ വേണ്ട ആളുകൾക്ക് അത് കൊടുക്കാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ ഇഷ്ടമല്ലാഞ്ഞിട്ടോ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ എന്ത് സിറ്റുവേഷനോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ ഒരു ജോബ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. നിങ്ങൾക്ക് പല റെസ്പോൺസിബിലിറ്റി ലൈഫിൽ എടുക്കേണ്ടി വരുന്നു. അത് നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ എന്താണെന്നുണ്ടെങ്കിലും. പക്ഷെ മനസ്സിലാക്കുക, അതിനൊക്കെ നിങ്ങൾക്ക് പേ ഓഫ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചു വരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് എന്നല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും. ആൻഡ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രോബബ്ലി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പല റിപ്പീറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കി വന്നിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്ര കാലം നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ പലതിന്റെയും പിറകെ പോയി, അല്ലെങ്കിൽ പല ആളുകൾക്കും വേണ്ടി ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണോ? നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ? നിങ്ങൾ ഇത്ര കാലം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങളിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല ആളുകളുടെ അടുത്തുനിന്നും സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യത്തിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനാണ് സാഹചര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സ് ആൻഡ് എന്താണ് നിങ്ങളെ പറ്റിയിട്ട് അറിയേണ്ടത്? നിങ്ങൾ കൂടുതൽ മാസ്കുലൻ കണക്ട് ചെയ്യുന്ന പേഴ്സൺ ആണ്. ഓക്കെ, അതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ ഒരു മാസ്കുലൻ എനർജി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അതായത് പലപ്പോഴും നിങ്ങൾ എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. റൈറ്റ്, എല്ലാ കാര്യങ്ങളും കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിന് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പഠിക്കണം.
ഓക്കെ, അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും ചില റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ മാറ്റം ഉണ്ടാവാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന സമയത്താണ്. പല ആളുകളുടെയും പിറകെയായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ സർവീസ് അങ്ങനെയാണ് പോയിട്ടുള്ളത്, നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയായിരിക്കാം. ഓക്കെ, നിങ്ങൾ പലതിന്റെയും പിറകെ പോയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചത് വളരെ കുറവായിരിക്കാം, നിങ്ങളൊന്ന് നോക്കുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മേലെ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങളുടെ അതോറിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം, ചില കാര്യങ്ങൾ ഒരു ടൈം കൊടുക്കുക. നിങ്ങളിലേക്ക് വരാനും നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല എന്ന് പറയാതെ നിങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അഗൈൻ കംപ്ലൈന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇൻസ്റ്റീഡ് അത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ സ്ട്രോങ് ആവുകയാണ്, നിങ്ങളെ എപ്പോഴത്തേക്കാളും വളരെ സ്ട്രോങ് ആവുകയാണ്. അപ്പോഴാണ് ആളുകൾക്ക് നിങ്ങളുടെ വാല്യൂ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആയിരുന്നു, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഇന്റൻഷൻ ആയിരുന്നു. ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? അത് അങ്ങനെയായിരിക്കാം നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചില കാര്യത്തിലേക്ക് വന്നിട്ട് അതിന്റെ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിന്ന് ശരി പഠിക്കേണ്ടതാണ്, അതിന്ന് ശരി കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, അല്ലെ? സോ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ എനർജി, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവണം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കണം, നിങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാൻ പഠിക്കുക, ലൈഫിൽ വേണ്ട കാര്യങ്ങൾ ലീഡ് ചെയ്യാൻ പഠിക്കുക. അതിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ ഐസൊലേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ബ്രേക്ക് ടൈം ആണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും വിശ്രമിക്കാൻ പോകുന്ന ഒരു ടൈമാണ്, ശരിക്കും നിങ്ങളെ ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അത്ര ബേർഡൻ ആയിട്ട് നിന്നിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്, അത് ആളുകളുമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ നിങ്ങൾ കെട്ടിയിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ബന്ധങ്ങള്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു കർമ്മിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോലെ. കാരണം നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സർവീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആയിരുന്നു, അത് നിങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതൊന്നൊക്കെ നിങ്ങൾക്ക് ഇനി പുറത്തേക്ക് വരാനുള്ള ഒരു ടൈമും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, നമ്മൾ അതുവരെ ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കില്ല, അല്ലെ? പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പല പല തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ലൈഫായിട്ട് നിങ്ങളെ ഒരു ബെറ്റർ പ്ലേസിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം. ഇനി മറ്റുള്ള ആളുകളെ നിങ്ങൾ സെർവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, അല്ലെ? ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് സെർവ് ചെയ്തു, ഇനി നിങ്ങൾ ആളുകളെ സെർവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ ആളുകളെ സ്നേഹിക്കേണ്ട ടൈമാണ്, നിങ്ങൾക്ക് തരേണ്ട ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് പല രീതിയിലും പല കാര്യങ്ങളും കിട്ടുന്ന ഒരു ടൈം കൂടിയാണ്. എക്സാക്ട്ലി, ഗ്രൂപ്പ് നമ്പർ 2. വെറുതെ നിങ്ങൾ പോയി ഇരിക്കുക, അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുതരും. ഓക്കെ, സോ അത് ആര് എന്ത് എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്. പല കാര്യങ്ങളും ഇനി ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വീട് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്. നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ ആളുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ആളുകൾ വല്ലാത്ത രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തു, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവര് വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ ഒരു ആക്ഷൻ മനസ്സിലാക്കുന്നുണ്ട്. അവര് നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഗ്രൂപ്പ് നമ്പർ 2.
but major blessings are coming for you. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങും അതാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളത് പഠിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് ഈവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എൻഡ് ആക്കുന്നുണ്ട് പല കാര്യങ്ങളും. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2 പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ്. ഓക്കെ, നിങ്ങളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ്ലി എന്താണ്. നിങ്ങളൊരു പുതിയ വ്യക്തി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനി റിസീവ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. അത് ലവ് ആണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അറ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാനുണ്ടെങ്കിൽ അത് പ്രോപ്പർട്ടി, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിലി പരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, what the message for you? നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, ആളുകള്. ഓക്കെ, കണക്ഷൻ, ആളുകള്. അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഓക്കെ, കാരണം ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ചില ആളുകളെ ഇനിയും വലിച്ചു വാരി കൊണ്ടുപോകണോ അല്ലെങ്കിൽ ആ ഒരു ബേർഡൻ ആയിട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ സമാധാനമായിട്ട് ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യണോ, ഒരു ഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ചില ആളുകളെ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങള് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ, ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ, ചില കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. ലൈഫ് നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈഫ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ശരി തെറ്റുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് റിസീവ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇമോഷൻസിന്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ ഒരുപാട് ഗ്രാൻഡ് ആയിട്ട് എവിടെയും കൊണ്ടുവെക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കത് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഓക്കെ, സോ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിലേക്ക് ഫോക്കസ് ആവുന്ന സമയത്ത് അതിന് പിന്നീട് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഒക്കെ ഒരു അളവിന് കൊടുക്കുന്ന സമയത്താണ്, ഒക്കെ മനസ്സിലാക്കി റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു ഭംഗി ഉണ്ടാവുക, അല്ലെ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ഗ്രൂപ്പ് നമ്പർ 2 കേൾക്കുന്ന പല ആളുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു ഫെമിനിനിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വാങ്ങിക്കുക, നിങ്ങളെ തന്നെ എൻജോയ് ചെയ്യുക, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കുക. എവിടേക്കാണോ നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, നിങ്ങളുടെ സോള് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ സോളിന് റെസ്റ്റ് വേണം. നിങ്ങളെ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോയി അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആളുകളുടെ പിറകെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ മെമ്മറീസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ സാധിക്കുക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക, ആളുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങൾ ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒട്ടും കുറച്ച് നിങ്ങൾ കാണാതിരിക്കുക. ഇതൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മളെ തന്നെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കാം. നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ട് കാണിക്കുക. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ? അതിനകത്ത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ, വളരെ യങ് ആയിട്ടുള്ള ഏജിലെ അല്ലെങ്കിൽ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്തെ നിങ്ങൾ ഒരുപാട് പ്രശസ്തിയിലേക്കൊക്കെ വരാനുള്ള കഴിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു ബർത്ത് ടാലന്റ് ആയിരിക്കാം, അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കൊണ്ട് വളരെ ചെറുപ്പത്തിലെ പ്രശസ്തിയിലേക്ക് എത്താൻ കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ഫെയിമിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് അറ്റൻഷൻ നിങ്ങൾ ഒരുപാട് നോക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. കാരണം നിങ്ങൾ അതിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകള് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സക്സസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്ന ആളുകളാണ്, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. സോ
കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറവായിരിക്കും. കാരണം ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് വേറെ സമയത്ത് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരുപാട് കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവുകൊണ്ടൊക്കെ നിങ്ങൾ അറിയപ്പെടുന്ന ആളുകളാണ്. അക്കാഡമിക്കലി വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 3 പഠനപരമായിട്ട് നിങ്ങൾ വളരെ കഴിവുള്ള കുട്ടികളായിരിക്കാം. നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളതും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു പൊസിഷനിൽ എത്തുന്ന ആളുകളുമായിരിക്കാം. ഓക്കെ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് നല്ല പൊസിഷനിൽ എത്തുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് അറിയപ്പെടുന്ന ആളുകളും ആയിരിക്കാം ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകള്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങും അതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുമോ, അത് നിങ്ങൾക്ക് ഫെയിം കൊണ്ടുതരുമോ, അത് ആളുകൾ അംഗീകരിക്കോ, നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ ഉണ്ടാവോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നതും അതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫെയിം അത് ഉണ്ടാക്കി തരും. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ഗ്രൂപ്പ് നമ്പർ 3 ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്, നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യം തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സാധിക്കോ, വേറെ പ്ലേസിലേക്ക് പോകാനായിരിക്കാം, വേറെ കൺട്രിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, പഠനപരമായിട്ടായിരിക്കാം, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അവിടെയൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണോ ചെയ്യാൻ സാധിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. നിങ്ങൾ അതിലേക്ക് എത്തും. നിങ്ങളുടെ ഒരു കൺഫർമേഷൻ ആണ്, നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ് അത്. നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്, അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. അഡ്മിഷൻ നോക്കുകയാണ്, നിങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാം ടെസ്റ്റ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഫോർ ഷുവർ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. അത് വെരി സൂൺ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അവർ എന്താണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എൻഡ് ആവുന്നത്. നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടാലന്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഫെയിം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളും ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഒരു സർവീസ് കൊടുക്കേണ്ടത് വേറെ പ്ലേസിലായിരിക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ്, ഡിഫറെന്റ് കൺട്രി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിം കൊണ്ടുതരുന്നത്, നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ലാംഗ്വേജിൽ അത് ട്രൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലേസിൽ നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫെയിമിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലേസിൽ പോയിട്ടോ, വേറെ ഏതെങ്കിലും കൺട്രി പോയിട്ടോ, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വഴിയോ നിങ്ങളത് ശ്രമിച്ചു നോക്കാം. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ആണ് അതൊക്കെ. എന്താണ് നിങ്ങളുടെ ഒരു ഹിഡൻ സീക്രറ്റ് അബൌട്ട് യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3 വളരെ റെയർ ആയിട്ടുള്ള സക്സസ് ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന ആളുകളാണ്. ഫെയിം ഇസ് കൺഫേം ഫോർ യു. നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു ഏരിയാസിൽ ഒരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ എസ്പെഷ്യലി ചില ആളുകൾ നിങ്ങളുടെ ഒരു യങ് ആയിട്ടുള്ള ഏജിലെ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ഒരു വലിയൊരു സക്സസ്. അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾ എന്തെങ്കിലും കോമ്പറ്റീഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ എവിടെ എത്തുന്ന എന്നുള്ളത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം. സോ അത് ഡെഫിനറ്റ്ലി ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ വളരെ പബ്ലിക് ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങൾ വളരെ ബിസിനസ് മാൻ ആയിരിക്കാം, വളരെ ചെറുപ്പത്തിലെ ബിസിനസ് മൈൻഡുള്ള ആളുകളായിരിക്കാം, ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ചില സ്കില്ലിലൊക്കെ അറിയപ്പെടുന്ന ആളുകളായിരിക്കാം, കായികപരമായിട്ടൊക്കെ അറിയപ്പെടുന്ന ആളുകളായിരിക്കാം, സ്പോർട്സ് റിലേറ്റഡ് ഒക്കെ ആയിട്ടൊക്കെ നല്ല കഴിവുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അക്കാഡമിക്കലി നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എവിടെ എത്തുന്നോ അവിടെ നിങ്ങൾ എങ്ങനെ എത്തിയെന്ന്
സംശയിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് അവിടെ എത്താൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് മാറാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങളുടെ ലൈഫിൽ തന്നെ അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ 3, എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹിഡൻ ഇന്റൻഷൻ? അത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്? ഓൾറൈറ്റ്, സോ നിങ്ങളുടെ മിസ്റ്റേക്സ് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫെയിലിയേഴ്സ് നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിച്ചിട്ട് അത് വർക്ക് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡിസബിലിറ്റി ആയിരിക്കാം. ഓക്കെ, സോ അതാണ് ചില ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് പഠനമായിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല, നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങളുടെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ വരുത്തുന്ന ചില മാറ്റങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഹാബിറ്റ്സില്, നിങ്ങളുടെ അഡിക്ഷനില്, നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നല്ല രീതിയിലൊരു ഇംപ്രൂവ്മെന്റ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഏത് ഏരിയാസിലാണ് നിങ്ങൾക്ക് ഒരു കുറവായിട്ട് നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നത്, പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെ കൊണ്ടോ, നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടോ, നിങ്ങളുടെ ശീലങ്ങൾ കൊണ്ടോ ഒരു രീതിയിൽ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് നിങ്ങളൊരു മേജർ സക്സസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ഉന്നതമായിട്ടുള്ള ഒരു പ്ലേസിൽ വരിക, ഒരു ഹൈ പൊസിഷനിൽ വരിക, അതുപോലത്തെ മാറ്റങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്യുക, അതുപോലത്തെ സക്സസ് നിങ്ങൾ കൊണ്ടുവരിക എഫേർട്ട്ലെസ്ലി. ഓക്കെ, അത് നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്തിന്റെ ഒരു ഇന്റൻഷൻ ആണ്. സോ പല ആളുകളും വിചാരിക്കും നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത്. അതുകൊണ്ടല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്യുക, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനത്തെ പൊസിഷൻ നിങ്ങൾ എത്താൻ പോകുന്ന ഒരു പൊസിഷൻ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ എവിടെയാണ് എത്താൻ പോകുന്നതെന്നുള്ളത്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം. അതിലൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം സിവിൽ സർവീസ്, ഓർ ചില റെയർ പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്ന രീതി വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ലൈഫ് കാണുന്ന ഒരു രീതിയും ചില സമയത്ത് നിങ്ങൾക്ക് ഡിസ്കണക്ട് ഒക്കെ ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് ലൈഫിനോടുള്ളൊരു ഫയർ, ഒരു എക്സൈറ്റ്മെന്റ്, അത് നിങ്ങൾ എത്ര ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും വളരെ കുട്ടീനെ പോലെ വളരെ എനർജറ്റിക് ആയിട്ട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ പലപ്പോഴും ലൈഫ് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്തും ഒക്കെ കുറച്ച് സമയം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ അത് മറന്നു പോകും. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറക്കാനും ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു എടുത്തു പറയേണ്ട തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങും അതാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അത് റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങള് കംപ്ലീറ്റ്ലി നിങ്ങൾ അതിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അത് സംഭവിക്കുന്നില്ല. വീണ്ടും അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഴിവ് നാച്ചുറലി ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളൊരു നാച്ചുറൽ ഹീലർ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ ബർത്ത് നിങ്ങൾ ആ ഒരു ഹീലിംഗ് പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ ചില കാര്യങ്ങളിലേക്കൊക്കെ വരും ആൻഡ് നിങ്ങൾ തന്നെ ഒരു ഡോക്ടറാണ്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ, കാരണം ചില ആളുകൾ നിങ്ങളുടെ ഫിസിക്കൽ ചാലഞ്ച് ഒക്കെ നിങ്ങൾ നിഷ്പ്രയാസം ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളത് സക്സസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു പ്ലേസിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ഫിസിക്കലി അനങ്ങാൻ പറ്റാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടുന്ന് എണീറ്റ് വരാൻ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങളുടെ ഹാബിറ്റ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളുകളാണ്. ലെറ്റ്സ് സീ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേജർ ഓഫർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ജോബ് റിലേറ്റഡ് ആയിട്ടും പൊസിഷനിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും
ന്യൂസ് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചില കാര്യങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് തരുന്ന ചില കൺഫർമേഷൻസ് ഉണ്ട് അല്ലെ. ചിലതിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വളരെ സഡൻ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ആക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് സക്സസിൽ കൊണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലേക്ക് പോയാലും, ഈവൻ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്താൽ പോലും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്ലേസിൽ തന്നെ വന്നു ചേരും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഡിവൈൻ ഗൈഡൻസ് ഡെഫിനറ്റ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് യു ആർ എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ദ മദർ യൂണിവേഴ്സ്. ഓക്കെ, സോ യു ഹാവ് യുവർ ഓൺ പർപ്പസ്. ഓക്കെ, എപ്പോഴും ഒരു നിത്യ യൗവനം കീപ്പ് ചെയ്യുന്ന ആളുകളും ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ എത്ര ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ വളരെ യങ് ആയിട്ട് തോന്നുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ കുട്ടിത്തം, ഓക്കെ, അത് ഫിസിക്കലി എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ ആ ഒരു എനർജി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു നിത്യ യൗവനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഏത് ഏജിലും നിങ്ങൾ പല കാര്യങ്ങള് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇഷ്ടങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് പല ഇഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഒരു പ്ലേസിൽ തന്നെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളിൽ തന്നെ നിങ്ങൾ സെറ്റിൽ ആക്കി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജോബിൽ തന്നെ നിൽക്കുക, ഒരേ കാര്യം തന്നെ കുറെ സമയം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് ടാലന്റ് ഉള്ള ആളുകളാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെരി സൂൺ നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ജോബിലേക്കോ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക്, ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് വേണം. കാരണം ഈ കുറച്ച് സമയമായിട്ട് നിങ്ങൾ കുറച്ച് സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾക്ക് അവിടെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ ചില കാര്യങ്ങൾ നാച്ചുറലി ലൈഫ് നിങ്ങൾക്ക് അൺഫോൾഡ് ചെയ്ത് തരുന്നുണ്ട്. പുതിയ ജോബ് ആയിരിക്കാം, ചില ആളുകൾക്ക് പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രണയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സ്നേഹം വേണം, പ്രണയിക്കണം, എക്സ്പ്രസ് ചെയ്യണം, എക്സൈറ്റ്മെന്റ് വേണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾ പല കാര്യങ്ങളും ഓവർ ഇമോഷണലി എടുക്കാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ആളുകളും അല്ല. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അത് ഓവർകം ചെയ്ത് വരും. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് കൂടെയാണ്. കാരണം നിങ്ങൾ ഒന്നിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കില്ല, നിങ്ങൾ ലൈഫായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷണൽ വൈസോ അല്ലെങ്കിൽ പേഴ്സണൽ വൈസോ റിലേഷൻഷിപ്പിലോ ഒന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ്ഡ് ആക്കി വെക്കുന്നുണ്ട്. ഒരേ സമയം നിങ്ങളുടെ ജോബിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരേ സമയം ഇങ്ങനെ കത്തി നിൽക്കാൻ പറ്റുന്ന, എൻഗേജ്ഡ് ആവാൻ, കമ്മിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിംഗ് ആണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലായിരിക്കും, ആരെങ്കിലും നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ജോബ് സ്വിച്ച് ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ പാഷന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ എൻഗേജ് ആവാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മോഡലിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓർ എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾ പുതിയ ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ അൺഎക്സ്പെക്ടഡ്ലി ചെന്ന് കയറുന്ന ചില പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത് വലിയൊരു ഫെയിം അവിടുന്ന് ഉണ്ടാക്കി തരുന്നതും ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പ്ലേസിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോകുന്നു, അവിടെ നിങ്ങൾ വിൻ ചെയ്യുന്നു അൺഎക്സ്പെക്ടഡ്ലി. സോ അതുപോലത്തെ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ എൻജോയ് ഗ്രൂപ്പ് നമ്പർ 3. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.